നമസ്കാരം. BD സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഈ 1 മാസത്തിനുള്ളിൽ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായിനെ എങ്ങനെ തകർക്കണം, പിണറായിയുടെ വീട് സെർച്ച് ചെയ്യണം, അതിനായിട്ട് ED വിട്ട് അന്വേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിണറായി കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടാക്കി വെച്ച നഷ്ടമാണ് ഇപ്പോൾ സഹിക്കുന്നത്. ഇത് ആര് വീട്ടും, ആര് സഹിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വർത്തമാനം പല ചാനലുകളും വന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി നിങ്ങളിവിടുന്ന് തുടർന്ന് 5 വർഷം നിങ്ങളങ്ങോട്ട് ഭരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അതുവരെയുള്ള നഷ്ടങ്ങൾ പിന്നെ കയറുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സഹിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് VD സതീശൻ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മരിച്ചുപോയ സലീം കുമാറിന് പിന്നെ ഒരു സ്മാരകം പണിയണം. അതാണല്ലോ ഇപ്പോൾ അത്യാവശ്യം. സലീം കുമാറിന് സ്മാരകം പണിയുന്നതാണല്ലോ ഇപ്പോൾ അത്യാവശ്യം. ഈ ലോകത്തിൽ അല്ല, ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ എത്ര ജനങ്ങൾ പട്ടിണിയായിട്ട് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗങ്ങൾ, അല്ലാത്ത വേറെ രോഗങ്ങൾ, ഇതുപോലുള്ള ആളുകളായിട്ട് ഒരുപാട് ആളുകൾ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലുകളിൽ ഇവിടെയൊക്കെ കടക്കുകയാണ്. കാരണം അവർക്ക് ഒരു നേരത്തിനുള്ള ആഹാരത്തിനുള്ള വകയില്ല. അവരുടെ വീട്ടിൽ അവരുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരോ അച്ഛനോ അല്ല അമ്മയോ, ഇനിയും അച്ഛനും അമ്മയൊക്കെ ആശുപത്രിയിൽ കിടക്കുന്നെങ്കിൽ സഹോദരങ്ങളോ മക്കളൊക്കെ ജോലിക്ക് പോയിട്ട് വേണം ഈ കുടുംബമൊക്കെ പുലർത്തി പോരാനും ഈ ആശുപത്രിയിലത്തെ ഉള്ള ചിലവുകൾ, മരുന്നിൻ്റെ ചിലവുകൾ, മറ്റുള്ള ചികിത്സാ ചിലവുകളൊക്കെ നടത്തി പോരാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ VD സതീശൻ സർക്കാർ 1 കോടി രൂപ മുടക്കി സലീം കുമാറിൻ്റെ പ്രതിമ പണിയാൻ പോകുന്നത്. ഇയാൾക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഇതുപോലുള്ള ആളുകളെയൊക്കെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊക്കെ ഒരു സലീം കുമാറിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയ അദ്ദേഹത്തിന് അവിടെ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുക, അദ്ദേഹത്തിന് ആത്മാവായിട്ടിരുന്ന് സന്തോഷിക്കും. ഇതല്ലല്ലോ, സലീം കുമാറിൻ്റെ പേര് പറയാം, അദ്ദേഹത്തിൻ്റെ സ്മാരകം പണിയുക. അപ്പോൾ ഒരുപാട് യൂട്യൂബർമാരും അതുപോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ സമൂഹത്തിലൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സലീം കുമാറിൻ്റെ ഈ പ്രതിമ പണിയുന്നൊരു പ്രശ്നം. കാരണം അതല്ലല്ലോ അത്യാവശ്യം. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ഒരു ചേച്ചി സംസാരിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അർഹത ഉള്ളവർക്ക് കൊടുക്കണം സാർ. ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങളെപ്പോലെ ഉള്ള ഒത്തിരിയും പേരുണ്ട്. ഒത്തിരിയും പേരുണ്ട്. ഒരു മാസം വാടക കൊടുക്കാൻ എന്തോരം ബുദ്ധിമുട്ടെന്നറിയോ സാർ. ഞങ്ങൾ ഓരോ മാസവും ടെൻഷനാണ്, മാസം വാടക കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞ് പോകുന്നത് സാർ. ഞാനൊരു നടക്കാൻ വയ്യാത്തൊരാളാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരാളുടെ ഹെൽപ്പിലാണ് നടക്കുന്നത്, തന്നെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരാളുടെ വരുമാനം കൊണ്ടാണ്, തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് സാർ. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പം പറയുവാണ്. എൻ്റെ ആവശ്യങ്ങളും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടും കൂടെ ഞാൻ സംസാരിക്കുകയാണ് സാർ. അപ്പം ഞാനിന്ന് വാടകയ്ക്കാണ് 10-15 വർഷം മുകളിലായി. ഒരുപാട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് വീടിന് വേണ്ടിയിട്ട്. അപ്പം ഈ ക്യാഷ് മറ്റുള്ളവർക്ക്, വീടിൽ എന്നെപ്പോലെയുള്ള നിവൃത്തിയില്ലാത്തവർക്ക് കൊടുത്തുകൂടെ സാർ? ആ ക്യാഷ് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ആഗ്രഹത്തിനൊത്ത് ഒരു വസ്തു എടുത്ത് അവർക്ക് വീട് പണിയാനായിട്ട് അവർക്ക് കൊടുത്തുകൂടെ അവരുടെ കൈകളിലേക്ക് ക്യാഷ്? അതിനനുസരിച്ച് സാർ. അതുപോലെ തന്നെ വേറൊന്ന് പറയാനുണ്ട്. ഈ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വീട്ടിലുള്ള ഒരുപാട് പേരുണ്ട്, അമ്മമാർ, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ടൊരു വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാനായിട്ട്, അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയും പേർക്ക് ആഗ്രഹമുണ്ട്. ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും. എന്നെപ്പോലെ മറ്റുള്ളവരുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം വീട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ചെറിയ ലോൺ എടുത്ത് എനിക്കൊരു ചെറിയൊരു കടയിട്ട് തന്നു. പക്ഷേ അതിപ്പോൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടാണ്. കടയിൽ സാധനം എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, പൈസയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ബാങ്കുകളിൽ ലോണിന് പോയപ്പോഴത്തേക്കൊക്കെ എന്നെപ്പോലെയുള്ളവർ ഒത്തിരിയും പേര് അവരെന്നോടും വന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് പുതിയ നിയമം വന്നിട്ടുണ്ട്, സിബിൽ എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്.
പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ബാങ്കുകളിൽ ലോണ് കിട്ടും, ബിസിനസ് ചെയ്ത് അവർ സ്വന്തം ജീവിതങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സിബിൽ വന്ന കാരണം ഞങ്ങളെപ്പോലെ ഉള്ളവർ ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചില ബാങ്കുകാർ ലോണ് തരുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുക്കാത്തവർക്കും ജീവിതത്തിൽ എടുക്കാത്തവർക്കും എടുത്തവർക്കും ഒക്കെ സിബിൽ വേണം എന്നാണ് അവർ പറയുന്നത് സാർ. അപ്പോൾ ഇങ്ങനെ ആയാൽ ഞങ്ങളെപ്പോലെയുള്ളവർ എങ്ങനെ ജീവിക്കും സാർ? ഒരാളുടെ വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല സാർ. സാറിന് അറിയാമല്ലോ ഇന്നത്തെ സാധനത്തിൻ്റെ വില കയറ്റവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സാറിന് അറിയാവുന്നതാണ്. അപ്പം ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഒന്ന് ഹെൽപ്പായാൽ ആ ക്യാഷ് കൊണ്ട് ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്താൽ സാർ ചെയ്യുന്നൊരു വലിയൊരു കാര്യമായിരിക്കും ഈ സമൂഹത്തിൽ. അതുമാത്രമല്ല ഞങ്ങളെപ്പോലെയുള്ളവർ സാറിനെ വോട്ട് തന്ന് ജയിപ്പിച്ചത് ഇങ്ങനെയുള്ള മനുഷ്യർക്ക്, നല്ല നല്ല മനുഷ്യർക്ക്, പാവപ്പെട്ടവർക്കൊരു ഗുണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാർ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത്. കാരണം ഇത് തീരുമാനം എടുത്തിരിക്കുന്നത് തെറ്റാണ് സാർ. അല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ കണ്ടില്ലേ വിജയ് സാർ ചെയ്യുന്ന എന്താണെന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചാണ് ഓരോ കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ചെയ്യണം സാർ. എങ്കിൽ സാറിനെ എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും സാറിനൊത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം സാർ. ബുദ്ധിപൂർവ്വം ആലോചിച്ച് സാറിൻ്റെ മനസ്സിൽ എന്ത് തോന്നുമോ അത് ചെയ്യുക, ആലോചിച്ച് ചെയ്യുക സാർ. കണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം. ഇവർക്ക് കാലിന് എന്തോ സ്വാധീനമില്ലാതെ ഇവർ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ഭർത്താവ് കിട്ടുന്ന ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ആ തുച്ഛമായ വരുമാനത്തിൽ വേണം ഇവർ ജീവിക്കാൻ. എൻ്റെ സാറേ വളരെ ദയനീയമായിട്ടാണ് സതീശൻ സാറിനോട് പറയുന്നത്. എൻ്റെ സാറേ അങ്ങനെയുള്ളവർക്ക്, ഞങ്ങൾക്ക്, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. വളരെ ശരിയാണ്. ഇതൊന്നും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങൾ ഈ അനങ്ങിക്കഴിഞ്ഞാൽ വി.ഡി. സതീശൻ സർക്കാർ പിണറായിനെ കുറ്റം പറയും. പിണറായി ഉണ്ടാക്കി വെച്ച ഒരു കടവാണ്, അല്ല ഞങ്ങളായിട്ട് ഉണ്ടാക്കിയല്ല. ഏത് സർക്കാരാണ് കടമില്ലാതെ ഫുൾ ക്ലീനാക്കി പോയിട്ടുള്ള സർക്കാരുള്ളത്? പിണറായി സർക്കാരിൻ്റെ മുമ്പിൽ വേറെ സർക്കാരൊക്കെ വന്നതല്ലേ ഇവിടെ? ഏതെങ്കിലും സർക്കാർ കേരളത്തിൻ്റെ കടം നികത്തുകയായിട്ട് എന്തെങ്കിലും ഇതായിട്ടുണ്ടോ? അതുപോലെ ഇപ്പോൾ നിങ്ങളുണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ സൗജന്യ യാത്ര. എത്ര ഗ്രാമങ്ങളിൽ കൂടി ബസ്സുണ്ട്? നാഴിക്ക് 40 വട്ടവും ബസ് ഒന്നുമില്ല. ഒരു ഉൾനാട്ടിൽ കൂടി ഒരു ബസ്സോ 2 ബസ്സോ ഒക്കെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഞാനൊരു വാർത്ത ചെയ്തതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ വേറൊരു സഹോദരി പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വീണ്ടും പറയുന്ന കുടുംബം തന്നെയാണ്. ഓക്കെ, സർക്കാർ നിങ്ങളെ നൈസായിട്ട് പറ്റിച്ചത് വല്ലതും അറിഞ്ഞാ? ബിലോ ആവറേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളോടാണ്. അറിഞ്ഞിനാ നിങ്ങൾ വല്ലതും അറിഞ്ഞിനാ? ഓക്കെ, സർക്കാർ നിങ്ങളെ നൈസായിട്ട് പറ്റിച്ചത് വല്ലതും അറിഞ്ഞിനാ? എന്താ കാര്യം എന്നല്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞ സർക്കാർ തന്നുകൊണ്ടിരുന്ന 1000 രൂപയുണ്ടല്ലോ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം, അത് ഇല്ലാതാക്കി. ഏതെങ്കിലും പ്രമുഖ വാർത്താ മാധ്യമങ്ങളിൽ ഭയങ്കര അന്തിച്ചർച്ചയായിട്ട് വല്ലതും വന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ലാന്നേ. ഇങ്ങനെയുള്ള ചെറിയ ന്യൂസുകളിലൂടെയൊക്കെ അത് എത്തത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കിട്ടാതാവുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയത്തേ ഉള്ളൂ. കഴിഞ്ഞ മാർച്ച് മാസം വരെ 1000 രൂപ വെച്ച് കിട്ടിയിരുന്നല്ലോ എല്ലാവർക്കും. 18 ലക്ഷം പേരാണ് നിലവിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വരയിൽ ഇനി 31.34 ലക്ഷം പേർക്കാണ് പിണറായി സർക്കാർ തുടർഭരണമാണെങ്കിൽ കൊടുക്കാനിരുന്നിരുന്നത്. ഓക്കെ, അപ്പോൾ മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ളവർക്കാണ് ഇത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനായിട്ട് മാർച്ച് മാസം വരെ തന്നിട്ട് അടുത്ത ഏപ്രിൽ മാസത്തിലുള്ള 3600 കോടി രൂപ ബജറ്റിൽ നീക്കിയും വെച്ചിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തെ പൈസ തരാതെ അത് പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വർഷത്തിൽ 3600 കോടി രൂപയായിരുന്നു മാറ്റി വെച്ചിരുന്നത് 30 ലക്ഷം പേർക്ക്. അപ്പോൾ അത് നൈസായിട്ട് അമുക്കിയിട്ട് എന്താക്കി ഇപ്പോൾ 800 കോടി രൂപ വരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പ്രിയദർശിനി പദ്ധതി അങ്ങനെ നടപ്പിലാക്കി. 800 രൂപയുള്ളതിന് വാർഷികം തിരിച്ചുള്ള ചിലവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? എന്നും ജോലിയുള്ള സ്ത്രീകളായിരിക്കും. മിക്കവാറും സർക്കാർ ജോലിയൊക്കെ ഉള്ള സ്ത്രീകളായിരിക്കും. അത് സിറ്റി ബസ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വലിപ്പിച്ച് കുറേ ബസ്സുകൾ അതങ്ങ് മാറ്റി, സീറ്റുകൾ പരിമിതപ്പെടുത്തി, ബസ്സുകൾ പരിമിതപ്പെടുത്തി, ഓർഡിനറി ബസ് എന്നാക്കി, ബസ് അത് തന്നെ പരിമിതപ്പെടുത്തി, എണ്ണത്തിൽ വളരെ കുറവാക്കി. അത് തന്നെയായാലും അതിൻ്റെ ഗുണഭോക്താക്കളാണെങ്കിലും ചിലപ്പോൾ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ
സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തായാലും മിനിമം ഒരു 40,000 രൂപ കൂടുതൽ സാലറി എന്തായാലും ഉണ്ടാവും, മിനിമം എങ്ങനെയൊക്കെ നോക്കിയാലും. അപ്പോൾ അങ്ങനെ 10,000 ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്കാണ് അതുകൊണ്ട് ഗുണമുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ വീട്ടമ്മമാർ, പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മമാർ, കഴിഞ്ഞ ജൂൺ മാസം 11-ാം തീയതി അന്ന് പിന്നെ സുപ്രീം കോടതി വിധി കൽപ്പിച്ചിരുന്നു. സ്ത്രീകളെന്ന് പറയുന്നത് രാഷ്ട്രശില്പികളാണെന്നും അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് ഭയങ്കരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഒക്കെ സുപ്രീം കോടതി വിധി വെച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ 2025 ഒക്ടോബർ മാസം പിണറായി സർക്കാർ നടപ്പിലാക്കിയതാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന്. കാരണം 1000 രൂപ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മറ്റാരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വകാര്യമായിട്ട് അവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് വരുമാനമില്ലാതെ വീട്ടിലിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടു ജോലികൾ മാത്രം മുഴുകിയിരിക്കുന്ന, വേറെങ്ങും പുറം ലോകമൊന്നും കാണാത്തുള്ള സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകൾക്ക്. അപ്പം അതാണ് നിർത്തലാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇതിപ്പോൾ ആർക്കാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി മുഖേന, ഈ പ്രിയദർശിനി പ്രോജക്റ്റ് മുഖേന ആർക്കാണ് ഇതിനകത്ത് ലാഭം? വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിനോ, എന്തെങ്കിലും ബന്ധുവീടുകൾ സന്ദർശനം, എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ, അവരിപ്പോൾ ഈ ചെറിയ പൈസയ്ക്ക് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഓർഡിനറി ബസ്, സാധാരണ ബസ്സിൽ ഉള്ള ഫ്രീ ടിക്കറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അവരെന്തായാലും അതിന് മുതിരാനൊന്നും പോകുന്നില്ല. കിട്ടിയാലായി എന്നുള്ളതേ ഉള്ളൂ. ഞാനീ എൻ്റെ അന്വേഷണത്തിൽ വേർതിരിച്ചറിയുന്ന കാര്യങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥകൾ ഞാനീ വിളിച്ച് പറയുന്നതുകൊണ്ട് ഈ സംസ്കാര ശൂന്യത കാണിക്കുന്നവരോട് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ആ സംസ്കാരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, വീണ്ടും പറയുന്ന, കുടുംബം തന്നെയാണ്. സാധാരണ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിചാരം നിങ്ങളെന്തോ വലിയൊരു ഇതാണെന്നുള്ളതാണ്. നിങ്ങൾ മുഖ്യമന്ത്രിക്കാണ്, സംഭവം ശരിയാണ്. വി.ഡി. സതീശൻ സർക്കാർ നിങ്ങൾ ചിരിച്ചു കാണിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആളുകളുടെ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ പിന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ കുറേ എണ്ണത്തിന് മയക്കുമരുന്നും കഞ്ചാവും ലഹരിയൊക്കെ ആയിട്ട് പിടിച്ചു പൊക്കി. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള മറ്റുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണം. അതല്ലാതെ നിങ്ങൾ ഈ 1 കോടി രൂപ മുടക്കിയിട്ട് ഈ സലീം കുമാറിന് പ്രതിമ ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലത്, പിണറായി സർക്കാർ മാറിയതിന് ശേഷം ഏത് മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാലും നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കേരളത്തെ നയിക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രിയാണ്. എന്താ അപ്പം നിങ്ങളിപ്പോൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ കറണ്ട് കട്ട്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ കറണ്ട് കട്ട് ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും വല്ലപ്പോഴും ഒന്ന് പോയെന്നല്ലാതെ ഇത് സദാസമയം ഇപ്പോൾ കറണ്ട് കെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നീയായ രാത്രി ഇതേപോലെ ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത് കുളിച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് കറണ്ട് അങ്ങോട്ട് പോകും. കറണ്ട് പോയതിന് ശേഷം എന്തായി, പിന്നെ ഞാൻ ഇരുട്ടത്ത് നിന്ന് കുളിക്കേണ്ടി വന്നു. കുളിച്ചിട്ട് പുറത്തിറങ്ങി, എന്നിട്ടും നിങ്ങളുടെ കറണ്ട് വന്നില്ല. ആ ബഹുമാനപ്പെട്ട സതീശൻ സർക്കാരിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അതല്ല ഈ സ്മാരകം പണിയുന്ന കാര്യത്തിലൊന്നും പിന്നെ എനിക്ക് അത് അത്ര യോജിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായില്ല? എനിക്കൊന്നുമില്ല, ആർക്കായാലും മനസ്സിലായി. അപ്പോൾ അത് ഒന്ന് പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആ ചേച്ചി മറ്റേ സഹോദരി പറയുന്നതിപ്പോൾ ഞാൻ നിങ്ങൾ കേട്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജനങ്ങളും കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇതിനൊന്നും ആരെയും അംഗീകാരം കൊടുക്കില്ല. സലീം കുമാർ എനിക്കിഷ്ടമുള്ള നടനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധന നമ്മുടെ മനസ്സിലുണ്ടാവണം. അദ്ദേഹം തന്നെ ഏത് നടന്മാരായാലും. ഇപ്പോൾ ശ്രീനിവാസൻ മരിച്ചു, ആരെങ്കിലും പ്രതിമ പണിയാൻ പോയോ? അത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അന്നൊന്നും പ്രതിമയുടെ കാര്യം ആരും പറഞ്ഞില്ല, പ്രതിമ ആരും പണിയാൻ പോയില്ല. അന്ന് 1 കോടി. ഇപ്പം നിങ്ങൾ ഈ കേരളം കടക്കണിയിലാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ 1 കോടി രൂപ എവിടുന്ന് കിട്ടി, ആര് തന്നു? അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ഈ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നറിയോ? ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇല്ല, പുസ്തകം ഇല്ലാതെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കുക. അതൊക്കെ തന്നെ ഇതിൽ കാര്യമുള്ളൂ. ഈ 1 കോടി രൂപ നടക്കി നിങ്ങൾ സ്മാരകം പണിതിട്ടൊന്നും യാതൊരു കാര്യമില്ല. അത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ശരി, അത് നിർത്തുന്നു. നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലായി നിർത്തുന്നു.